ക്ഷേത്രത്തിലെ പാനപൂജ, ഗുരുതിപൂജ മഹോത്സവം ഈ വരുന്ന ഫെബ്രുവരി 27, 28, മാർച്ച് 1, 2 തീയതികളിൽ വളരെ ഭംഗിയായി നടത്തപ്പെടുകയാണ്. ഈ പടഹാദിവാദ്യ ഉത്സവ ചടങ്ങിലേക്ക് അനേക കാലങ്ങളായി എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും കാലം തൊട്ട് പൂജ കാര്യത്തിൻ്റെ ആചാര്യനായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ്. വളരെ ചിട്ടയോടും 7 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടും കൂടി നടത്തുന്നതായ ഈ മഹോത്സവം എല്ലാ ഭക്തജനങ്ങളും വളരെ ഭംഗിയായും ആചാരാനുഷ്ഠാനത്തോടു കൂടി മുൻകാലങ്ങളിൽ നല്ല രീതിയിൽ നടത്തിപ്പോന്നിട്ടുള്ളതാണ്. ഈ വർഷവും അതുപോലെ യാതൊരു വിധത്തിലുള്ളതായ തടസ്സങ്ങൾ കൂടാതെ നടത്തി പോരണമെന്ന് ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. വെള്ളൂർ പടിഞ്ഞാറ്റുകാവ് ക്ഷേത്രത്തിൽ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നതായ ഒരു ആചാര അനുഷ്ഠാന കലയാണ് ഈ അരിയേറ്, പാന, ഗുരുതി എന്നീ ചടങ്ങുകൾ. ഈ ചടങ്ങുകളിലേക്ക് ഈ വരുന്ന മാസം മാർച്ച് 10, 11, 12, 13 തീയതികളിൽ 1-ാം ദിവസം അരിയേറ് എന്ന ചടങ്ങും, 2-ാം ദിവസം ചെറിയ പാന, 3-ാം ദിവസം വലിയ പാന, 4-ാം ദിവസം ഗുരുതി, ഉച്ചയ്ക്ക് നടക്കുന്നതായ ഗുരുതി പൂജ എന്നിവ വളരെ ഭംഗിയായിട്ട് നടത്തി പോരുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും വർഷങ്ങളായി അതിൻ്റെ ആചാര്യസ്ഥാനീയനായ കാരകുന്നത്തില്ലത്ത് പത്മനാഭൻ എന്ന ഞാൻ ആണ് അതിൻ്റെ കാർമ്മികത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തജനങ്ങൾ വളരെ ശ്രദ്ധാപൂർവവും ഭക്തിയോടും കൂടി നടത്തുന്നതായ ഒരു ചടങ്ങാണ്. ഇതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ പാനക്കഞ്ഞി എന്നുള്ളതായ ഒരു വഴിപാട് കാര്യങ്ങളാണ്. അത് വർഷങ്ങളായിട്ട് നടന്നു പോരും. അത് ഓരോ വ്യക്തികളുടെ രീതിയിലും കൂടാതെ അത് ഏതെങ്കിലും തരത്തിൽ അത് നടത്താൻ പറ്റാത്തതായ സമയം വന്നാൽ അങ്ങനെയുള്ളതായ സമയത്ത് ക്ഷേത്രത്തിൻ്റെ ചെലവിൽ ആയിട്ട് നടത്തി പോരുന്നതാണ്. ഇത് കൂടാതെ ഇതിന് ഏകദേശം 2 ലക്ഷം രൂപയോളം വലിയ പാനയുടെ അന്ന് മാത്രം ചെലവ് വരുന്നതായ ഒരു വഴിപാടാണ്. എല്ലാ ഭക്തജനങ്ങളും ഈ വരുന്നതായ പാന പൂജ നടക്കുന്നതായ ഈ ഘട്ടത്തിൽ വളരെ ഭംഗിയോടും ചിട്ടയോടും കൂടി ഐശ്വര്യപ്രദമായി ഈ നാടിനും ക്ഷേത്രത്തിനും നല്ലൊരു അഭിവൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടി ഭഗവതി നാമത്തിൽ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോറ്റാനിക്കര അമ്മയുടെ ഒരു ദർശനം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യപരമായ പല ഐതിഹ്യപരമായ പല ആചാര്യന്മാരും പറഞ്ഞിരിക്കുന്നത്. കാരണം പണ്ട് 2 വൃദ്ധ ദമ്പതികൾക്ക് ചോറ്റാനിക്കര മകം തൊഴാൻ പ്രായാധിക്യത്തിൽ ബുദ്ധിമുട്ട് ആയതുകൊണ്ട് ചോറ്റാനിക്കര അമ്മ അവരെ അനുഗ്രഹിച്ച് മകം നാളിൽ ഞാനിവിടെ ദർശനം തന്നോളാം എന്നുള്ള ഒരു കാര്യം അവരെ ബോധിപ്പിക്കുകയും അന്നു മുതൽ ഇവിടുത്തെ ഈ മകം തൊഴിൽ വളരെ പ്രാധാന്യം ഉണ്ടാകുകയും ഈ ഭാഗത്തുനിന്നല്ല ഈ വെള്ളൂർ പഞ്ചായത്തിൽ മറ്റുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ അന്നത്തെ ദിവസം ഇവിടെ വന്ന അമ്മയെ കണ്ട്, ചോറ്റാനിക്കര അമ്മയെ കണ്ട്, പടിഞ്ഞാറ്റുകാവിലെ അമ്മയെ കണ്ട് ദർശനം നടത്തി അവരുടെ അനുഗ്രഹം തേടാറുണ്ട്. ഇപ്പോൾ ഈ പാന തിരുമേൻസ് പറഞ്ഞ പോലെ തന്നെ ഈ പാനയ്ക്ക് പാനത്തുള്ളലുണ്ട്. അത് ഒരു 12 വയസ്സ് മുതൽ എത്ര 60 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇതിൻ്റെ പാനത്തുള്ളലിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പാനത്തുള്ളലിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കാര്യം ദേവിയുടെ ഭൂതഗണങ്ങളാണ് ഈ പാനത്തുള്ളലിൻ്റെ ഒരു ഐതിഹ്യമായിട്ട് കാണുന്നത്.
അങ്ങനെ ഈ നാടിൻ്റെ ഐശ്വര്യത്തിനും ഈ പ്രദേശത്തെ ജനങ്ങൾക്കും നല്ലൊരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഈ പാന മഹോത്സവം. മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നാണ് അരയങ്കാവ് ഭഗവതി ക്ഷേത്രം. വടക്കോട്ട് ദർശനമാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രാധാന്യം. കാരിക ദുർഗത്തിന് ശേഷം ഇരിക്കുന്ന ഭദ്രകാളിയുടെ സ്വരൂപമാണ് അരയങ്കാവിലേത്. അരയങ്കാവിൽ പാനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഭഗവതിയുടെ ജന്മദിനമെന്ന് സങ്കല്പിക്കുന്ന മീനമാസത്തിലെ മകം ദിവസങ്ങളാണ് അരയങ്കാവിൽ പാന നടക്കുന്നത്. ആയില്യം മകം എന്നീ ദിവസങ്ങളിലായിട്ട് പാന വഴിപാട് നടക്കുന്നു. ആയില്യം ദിവസങ്ങളിൽ ആയുധപൂജ നടക്കുന്നു, അരിയേറ് നടക്കുന്നു. രണ്ടാമത്തെ ദിവസമായ മകനാളിൽ പ്രധാനപ്പെട്ട എഴുന്നള്ളിപ്പിനോടൊപ്പം തന്നെ പാന എഴുന്നള്ളിപ്പ് നടക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങോടുകൂടി തന്നെ എല്ലാ വർഷവും അരയങ്കാവ് പൊതുക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഏകദേശം 50-60ഓളം പാനക്കാർ ശ്രീ പത്മാവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഇവിടെ പാന ചടങ്ങ് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതൊരു പരമ്പരാഗതമായിട്ട് വളരെ വിശ്വാസപൂർവ്വം നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. അത് വളരെ ഭക്തന്മാർക്ക് വളരെയധികം ഐശ്വര്യം നൽകുന്ന ഒരു ചടങ്ങുമാണ്. ഭഗവതി ക്ഷേത്രത്തിലെ ഈ പാനയോടനുബന്ധിച്ച് നടത്തുന്നതായ ആചാര അനുഷ്ഠാന കലയുടെ ഒരു ആചാര്യസ്ഥാനം വഹിക്കുന്ന ആളാണ്. കൂടാതെ ഇവിടുത്തെ കൊട്ടാരത്തിൽ കുടുംബക്കാരുടെ വകയായിരുന്നു ഈ ക്ഷേത്രമെന്നും ഇപ്പോൾ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ അധിഷ്ഠിതമായിരിക്കുന്നതും അതിൽ ഇപ്പോൾ ഉള്ളതായ തലമൂത്ത കാരണവരായിട്ടുള്ളതായ സുരേന്ദ്രൻ പിള്ള ആണ് ഇപ്പോൾ എന്നോട് കൂടെ ഉള്ളത്. ഇവിടെ മേടമാസം 10-ാം തീയതി 11-ാം തീയതിയോടുകൂടി ഉള്ളതായ പാന ഗുരുതി എന്നീ ചടങ്ങുകൾ വളരെ ഗംഭീരമായി നടക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും അതിൻ്റേതായ നടത്തിപ്പിലേക്കും വരും കാലങ്ങളിൽ ഇതിനു മുൻപുള്ളതായ ഉത്സവ ചടങ്ങുകൾ കൂടാതെ ഇനി വരും കാലങ്ങളിലും ആ ഉത്സവ ചടങ്ങുകൾ വളരെ ഗംഭീരമായി നടത്തിപ്പോരേണ്ടതാണെന്ന് ഭഗവത് നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തുള്ള ഈ ക്ഷേത്രം പള്ളിയക്കാവ് ഭഗവതി ക്ഷേത്രം, ഇതിൻ്റെ ആരംഭം ഇതൊന്നും ഏത് കാലഘട്ടത്തിലാണെന്നുള്ളത് യാതൊരു രേഖയും ഇവിടെ നിന്ന് നോക്കിയിട്ട് അതിനെക്കുറിച്ച് പറയുന്നതിനില്ല. പിന്നെ പഴമക്കാർ പറഞ്ഞു കേട്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഭക്തജനങ്ങളുടെ കയ്യിൽ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ആ കാലത്ത് താമസിച്ചുകൊണ്ടിരുന്നവർ ക്ഷേത്രത്തിലേക്ക് കൊടുത്തയക്കാൻ പറ്റാത്ത സാധനങ്ങൾ കൊടുത്തയക്കുകയും അങ്ങനെ ആ സാധനങ്ങൾ അവിടെ കൊണ്ട് ചെന്നതിന് ശേഷം അവിടുത്തെ അന്ന് അതവിടെ സ്വീകരിക്കാതെ തിരിച്ച് ഇങ്ങോട്ട് വിട്ടതും അങ്ങനെ അത് കൊടുത്തുവിട്ട ആ ഒരു സമൂഹം തന്നെ ഈ പ്രദേശത്തുനിന്ന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് പഴയ ആളുകൾ പറയുന്ന ഒരു ഐതിഹ്യമായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഉത്സവ കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പാന മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. മീനമാസത്തിലെ ഉത്രട്ടാതി നാളാണ് ഇവിടെ വലിയ പാന ആയിട്ട് ആഘോഷിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയേറ്, ചെറിയ പാന, വലിയ പാന എന്ന് പറഞ്ഞാൽ മീനത്തിലെ ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി ഈ 3 നാളുകളിലായിട്ടാണ് ഇവിടെ ഈ പാന മഹോത്സവം നടക്കുന്നത്. പാന മഹോത്സവത്തിൻ്റെ ഐതിഹ്യം അതൊക്കെ ഇതായിട്ട് പറഞ്ഞു തരും. അപ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് നടക്കുന്നത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട്, കാരണം ഇവിടെ 3 ക്ഷേത്രമാണ് ഇതേ രീതിയിൽ പോകുന്നത്. ഒന്ന് അരയങ്കാവ്, അതുപോലെ കളമ്പൂര്, ഈ പള്ളിക്കക്കാവ് ക്ഷേത്രം. ഇത് 3ഉം ഒരു ഊരായ്മയുടെ കയ്യിലായിരുന്നു. അവരുടെ കൈവശം വെച്ചുകൊണ്ട് നടന്നിരുന്ന ക്ഷേത്രമാണ്. ഒരേ രീതിയിൽ നടക്കുന്ന ആരാധനാ ക്രമങ്ങൾ, ആചാരങ്ങൾ ഇവിടെ ഈ 3 ക്ഷേത്രങ്ങളിലും അനുഷ്ഠിച്ചു വരുന്ന ഒന്നാണ്. എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഈ മീനമാസത്തിൽ ഉത്രട്ടാതി നാൾ. ഈ വർഷം ഇപ്പോൾ മാർച്ച് മാസം 29-ാം തീയതിയാണ് വലിയ പാന നടക്കുന്നത്. ആ വലിയ പാന ദിവസത്തെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 5000-6000 ആളുകൾ ഇവിടെ വന്ന് കൂടുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ഉച്ച സമയത്ത് നടക്കുന്ന പാനപൂജയും അതോടൊപ്പമുള്ള കാര്യങ്ങൾക്കുമായിട്ട്. അവർക്ക് മുഴുവൻ ഭക്ഷണം നൽകി ആ രീതിയിൽ അവരെ ഇതാക്കിക്കൊണ്ട് പോകുന്ന ഒന്നാണ് ഇവിടുത്തെ വലിയ പാന. തിരുമറയൂര് വട്ടപ്പാറ പള്ളിക്കക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പാനമഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നതായ ചടങ്ങുകൾ എല്ലാ വർഷവും പൂർവിക കാലം മുതൽ
ഈ ക്ഷേത്രത്തിലെ അരിയേറ്, ചെറിയ പാന, വലിയ പാന എന്നീ ചടങ്ങുകൾ നടത്തി പോരാറുള്ളതാണ്. അതിൻ്റെ ആചാര്യനായി ഇതിനു മുൻപ് അച്ഛനും വലിയച്ഛനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെ മൂത്ത കാരണവരായിട്ട് ഉള്ളതായ ആചാര്യനായിട്ട് ഏകദേശം 10-23 വർഷത്തോളമായി ഞാൻ അന്ന് നടത്തപ്പെടുന്നു. ഇതിലെ 27-ാം തീയതി മുതൽ തുടങ്ങി 28, 29, 30 ഈ തീയതികളിൽ അരിയേറ്, ചെറിയ പാന, വലിയ പാന എന്നീ ചടങ്ങുകൾ മീനമാസത്തിൽ ചതയം, ഉരുട്ടാതി, ഉത്രട്ടാതി ഈ നക്ഷത്രത്തിൽ എല്ലാ വർഷവും പൂർവാധികം ഭംഗിയായി നടത്തി പോരുന്നതാണ്. ഇതിൻ്റെ ഉദ്ദേശം തന്നെ ദാരിക ദാനവ നിഗ്രഹം ആണ്. ഈ ദാരിക ദാനവ നിഗ്രഹത്തിൻ്റെ മുന്നോടിയായി അരിയേറ് എന്ന് പറഞ്ഞ ചടങ്ങ്, അതായത് ഈ ക്ഷേത്രത്തിലെ ഈ ഭദ്രകാളിയുടെ ഇതിലൊരു പ്രധാന വിഷയം, ഈ ക്ഷേത്രം വടക്കോട്ട് ദർശനത്തിലിരിക്കുന്നതായ ഭദ്രകാളി രൂപമാണ്. ഈ വടക്കോട്ട് ഭദ്രകാളിക്ക് രൗദ്രത കൂടുതൽ ഉള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത്. അരിയേറ് എന്ന് പറഞ്ഞാൽ ഈ ദാരികദാനവ നിഗ്രഹത്തിനുള്ളതായ യുദ്ധത്തിന് മുന്നോടിയായി നടക്കുന്നതായ ചടങ്ങാണ്. പടയാളികളായിട്ട് ഈ പാന നൊയമ്പ് നോറ്റ് 7 ദിവസം നൊയമ്പ് നോറ്റ് അവരുടെ പടയാളികളായിട്ട് വരുന്നതായ ആ ദേവി ഭക്തരെ അന്നേ ദിവസം ദേവിയുടെ ദാസന്മാരായി അവരുടെ പടയാളികളായി അവരെ ആക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം പാലക്കമ്പ് കൊണ്ട് കെട്ടി ഉണ്ടാക്കിയതായ പാനക്കുറ്റി അത് പൂജ നടത്തി അത് എല്ലാ ഈ ഭൂതഗണങ്ങളായിട്ട് ആചരിക്കുന്നതായ അവരെ പൂജിച്ച് വടക്കോട്ട് പൂജ നടത്തി അവർക്ക് കൊടുക്കുകയും അന്നേ ദിവസം ഉച്ച വരെ ആ ദേവിയുടെ ദാനവനെ വധിക്കുവാനായിട്ട് പോകുമ്പോൾ വധിക്കാൻ പറ്റാതെ ഇരുന്ന് കുറച്ച് തളർന്ന് അവശതയായി തിരിച്ചു വരുന്നതായ സമയത്ത് പാനക്കഞ്ഞി, ഒരു പാളയിൽ ഒരു പാള കഞ്ഞി കുടിച്ച് ആ ക്ഷീണമകറ്റി രണ്ടാമത് പടഹാതി വാദ്യങ്ങളോടുകൂടി, ചെണ്ടമേളം ആയിട്ടുള്ളതായ പടഹാതി വാദ്യങ്ങളോടുകൂടി എഴുന്നള്ളിച്ചു പോവുകയും അന്നേ ദിവസം വൈകുന്നേരം ദാനവേന്ദ്രനെ വധിച്ച് തിരികെ ക്ഷേത്രത്തിൽ വരുന്നതുമാണ്. അതാണ് ചെറിയ പാനയുടെ രീതി. വലിയ പാന ദാനവേന്ദ്രൻ, ദാരികൻ, ദാനവൻ 2 അസുരന്മാരാണ്. രണ്ടാമത്തെ ദിവസം ദാനവേന്ദ്രൻ, ആ ദാനവേന്ദ്രനെ വധിക്കുന്നതായ മുൻ ദിവസത്തെ പോലെയുള്ളതായ അതേ ചടങ്ങുകളാണ് വലിയ പാനയുടെ അന്നും നടത്തപ്പെടുന്നത്. അത് അന്ന് വൈകുന്നേരം ആ ദാനവേന്ദ്രനെ വധിച്ച് ആ ഭസ്മധൂളികളേറ്റ് ആ പടയാളികളെ അവരുടെ ആ രൗദ്രഭാവം മാറ്റി അവരെ പൂർവ്വ സ്ഥിതിയിലേക്ക് ആക്കുന്നതായ ചടങ്ങാണ് വലിയ പാന. അത് എല്ലാ വർഷവും വളരെ ഭംഗിയായി നടത്തിപ്പോരുന്നു. ഈ വർഷവും വളരെ ഭംഗിയായി നടത്തുന്നതിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും, കൂടാതെ ഇതിനു വേണ്ടി ധാരാളം ആളുകൾ, അതായത് ജാതിമതഭേദമന്യേ എല്ലാവർക്കും, ജാതിമതഭേദമന്യേ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായിട്ടുള്ളതായ എല്ലാ ആളുകൾക്കും അതിൽ ഈ പാന തുള്ളാനുള്ളതായ ഒരു അനുഗ്രഹം ഉണ്ട്. അത് നാടിനും കുടുംബത്തിനും ഐശ്വര്യ അഭിവൃദ്ധിയും നീ വരുന്നതായ തലമുറയ്ക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നതായ ഒരു ചടങ്ങാണ്. അതിനാൽ ഇവിടെ വളരെ കുറച്ചാണ് ആളുകൾ പാന തുള്ളാൻ ഇതുവരെ വന്നു ചേരുന്നുള്ളൂ. ഈ കൊല്ലം എല്ലാവരും 7 ദിവസത്തെ നൊയമ്പെടുത്ത് പരമാവധി ആളുകൾ ഇതിൽ ഉൾപ്പെടണമെന്ന് ഈ ഭഗവതി നാമത്തിൽ ഒരാചാര്യൻ എന്നുള്ളതായ സ്ഥിതിക്ക് ഞാൻ എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. അതിന് മുൻകൂട്ടി ദേവസ്വത്തിൽ അതിന് പേര് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വളരെ ഒരു എളുപ്പം ആണ്. എല്ലാവർക്കും അതിൻ്റെതായ ഐശ്വര്യവും അഭിവൃദ്ധിയും മറ്റ് ദോഷ നിവാരണങ്ങളും ഉണ്ടാകുമെന്ന് ഭഗവത് നാമത്തിൽ ഞാൻ പറയുന്നു. എല്ലാവരും നല്ല രീതിയിൽ ഈ ഉത്സവാഘോഷങ്ങൾ ഭംഗിയാക്കി കൊണ്ടാടണമെന്ന് ഭഗവതി നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.